നമസ്കാരം. റാഫ്റ്റ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. യൂറോപ്പ ലീഗിന്റെ ഫൈനലിൽ ബയർ ലെവർക്യൂസനെ അറ്റലാന്റ തോൽപ്പിച്ചത് 3-0. 361 ദിവസങ്ങളായിട്ട് തോൽവി എന്തെന്നറിയാത്ത ബയർ ലെവർക്യൂസൻ 51 മത്സരങ്ങൾ അൺഡിഫീറ്റഡ് ആയിട്ട് സീസൺ മുഴുവനും പരാജയമറിയാതെ കുതിച്ചതിന്റെ ആവേശത്തിലെത്തിയ ബയർ ലെവർക്യൂസൻ അവരെയാണ് അറ്റലാന്റ യൂറോപ്പ ലീഗിന്റെ ഫൈനലിൽ തകർത്ത് തരിപ്പണമാക്കിയത്. മുട്ടേണ്ടവരോട് നിങ്ങൾ മുട്ടിയിട്ടില്ല എന്നതായിരുന്നു ഗാസ്പറിനിയുടെ ഭാവം. അറ്റലാന്റയുടെ കോച്ച് 2-0 അവർ മുന്നിൽ നിൽക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ ഐക്കോണിക് ആയിട്ടുള്ള ഒരു ജസ്റ്റർ ഉണ്ടായിരുന്നു, എന്ന് പറഞ്ഞുകൊണ്ട്. സാബി അലോൺസോയെ വായടപ്പിച്ച ഒരു പ്രകടനം എന്ന് തന്നെ പറയണം. ഗാസ്പറിനിക്ക് കൈയടിച്ച് ഏകപക്ഷീയമായ 3 ഗോളുകളുടെ വിജയം, ലുക്മാന്റെ ഹാട്രിക്കാണ് അറ്റ്ലാന്റയെ കിരീടത്തിലേക്ക് കൊണ്ടുപോയത്. അറ്റ്ലാന്റ കോച്ച് ജിയാൻപിയറോ ഗാസ്പറീനി അദ്ദേഹം അവരുടെ പരിശീലകനായി വരുമ്പോൾ അറ്റ്ലാന്റയുടെ സ്ഥിതിവിശേഷം എന്താ? 2016 അദ്ദേഹം കോച്ചായിട്ട് വരുന്നത്. റെലഗേഷൻ ഒഴിവാക്കുകയായിരുന്നു ആദ്യത്തെ ലക്ഷ്യം. പിന്നെ 2018 യൂറോപ്പ ലീഗില് അവർ കളിക്കുന്നു. പിന്നെ 2019 യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ ക്ലബിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് അവർ കളിക്കുന്നു. ഇതാ 2024 യൂറോപ്പ ലീഗിൽ ടീമിനെ വിന്നേഴ്സ് ആക്കിയിരിക്കുന്നു. 1963 ശേഷം അവരുടെ ചരിത്രത്തിലെ ആദ്യത്തെ കിരീടമാണിത്. ടോട്ടൽ എടുത്താൽ അവരുടെ ചരിത്രത്തിലെ 2ാമത്തെ മാത്രം കിരീടമാണ് ഇപ്പോഴവർ നേടിയിരിക്കുന്നത്. ആദ്യത്തെ യൂറോപ്യൻ കിരീടം അവർ നേടിയിരിക്കുന്നു. ഗാസ്പറിനിക്ക് കൈയടിക്കണം. അദ്ദേഹം വളരെ ഫാന്റാസ്റ്റിക് ആയിട്ട് ടീമിനെ നയിച്ച് ഒടുവിൽ കിരീടത്തിലേക്ക് എത്തിച്ചിരിക്കുന്നു. കളി കഴിഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞു, ഞങ്ങള് ജയിച്ചു എന്നുള്ളത് മാത്രമല്ല, ഇറ്റ്സ് നോട്ട് ജസ്റ്റ് ദാറ്റ് വി വൺ, ഇറ്റ്സ് ഹൗ വി വൺ. അതാണ് പ്രധാനപ്പെട്ട കാര്യമെന്ന്. ഞങ്ങൾ തോൽപ്പിച്ചിരിക്കുന്നത് ആരെയൊക്കെയാണ്? ലിവർപൂളിനെ. അവർ പ്രീമിയർ ലീഗിന്റെ ടോപ്പ് ഓഫ് ദി ടേബിളിൽ നിൽക്കുന്ന ഘട്ടത്തിലാണ് ഈ ഒരു ടൂർണമെന്റിൽ ഞങ്ങൾ തോൽപ്പിക്കുന്നത്. സ്പോർട്ടിങ്ങിനെ തോൽപ്പിച്ചു. ഇപ്പോഴിതാ ഈ സീസണിൽ തോൽവിയെ അറിഞ്ഞിട്ടില്ലാത്ത ബയർ ലെവർക്യൂസനെ തോൽപ്പിക്കുന്നു. വി ആർ എക്സ്ട്രീംലി പ്രൗഡ് എന്ന് ഗാസ്പറീനി പറയുന്നു. ഇവിടെ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റ് ഓഫ്